ആഗമനകാലമായി സോദരരേ, ഒരുക്കത്തിൻ നേരമായി സ്നേഹിതരേ, ഹൃദയമൊരുക്കാം, കറകളകറ്റാം, വിനയമോടെ ദൈവപുത്രനായി കാത്തിടാം. ഹൃദയമൊരുക്കാം, കറകളകറ്റാം, വിനയമോടെ ദൈവപുത്രനായി കാത്തിടാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വരാനിരിക്കുന്ന പിറവി തിരുനാളിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം ഭൂമിയെ സ്നേഹം കൊണ്ട് ചുംബിച്ച രാവാണ് ക്രിസ്മസ്. മാനവരാശിയുടെ രക്ഷയ്ക്കായി ഭൂജാതനായ ഉണ്ണി ഈശോയുടെ ജനനത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ഓരോ ക്രിസ്മസും. സ്നേഹത്തിൻ്റെയും നന്മയുടെയും കരുണയുടെയും സന്ദേശമാണ് ക്രിസ്മസ് നമുക്ക് പകർന്നു നൽകുന്നത്. ഉണ്ണീശോയുടെ വരവിനായി കാത്തിരിക്കുന്ന നമുക്ക് തിരുസഭ ഇന്ന് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. യേശുനാഥൻ സ്നാപക യോഹന്നാൻ ഏലിയ ആണ് എന്നുള്ള കാര്യം നിയമജ്ഞർ മനസ്സിലാക്കാതെ പോയ അവസ്ഥയെ പറ്റിയാണ് സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നത്. സ്നാപക യോഹന്നാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് യേശുനാഥനെ വഴിയൊരുക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാം. അതുപോലെ നമ്മുടെയും ജീവിതത്തിൽ യേശുവിൻ്റെ കടന്നുവരവിന് വേദി ഒരുക്കാൻ നാമും ബാധ്യസ്ഥരാണ്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിളി എന്ന് പറയുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നാഥൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായി ഒരുക്കിയെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. യേശുവിൻ്റെ കടന്നുവരവിന് സ്നാപക യോഹന്നാൻ നൽകുന്ന ഒരു പ്രധാന സന്ദേശം നമ്മുടെ പാപങ്ങളെ കുറിച്ചോർത്ത് പശ്ചാത്തപിക്കുക എന്നതാണ്. ഈ ആഗമന കാലഘട്ടത്തിൽ നമ്മുടെ മാനുഷിക ബലഹീനതകൾ മൂലം നാം ചെയ്തുപോയ പാപങ്ങളെക്കുറിച്ച് മനസ്തപിച്ച് ഹൃദയവിശുദ്ധിയോടുകൂടെ ഉണ്ണീശോയുടെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. സർവേശ്വരൻ നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.